ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കാവേരിയും കുടുംബവും നരൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ആഴ്ചയിൽ തന്നെ നരനും കാവേരിയും തമ്മിലുള്ള കണ്ടുമുട്ടലുകളും ഇനി നമ്മുടെ കാവേരിയുടെ ജീവിതത്തിൽ ഒരു താങ്ങായി നരൻ മാറുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുവേ. അങ്ങനെ ആ വീട്ടിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. പക്ഷെ യമുനയ്ക്ക് തീരെ താല്പര്യമില്ല. ആ വീടും പരിസരവും ഹൗസ് ഓണറും ഒന്നും യമുനയ്ക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഇതേ സമയം നമ്മുടെ ശാരദയും രാധമ്മയും കൂടി ഹാളിൽ ഇങ്ങനെ ഇരിക്കുക. ഒരു വീടൊക്കെ കിട്ടി സമാധാനത്തോടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ശാരദ പറയുന്നുണ്ട്, ഹോ, ആ താരയുടെ വീട്ടിൽ നിന്ന് മാറിയപ്പോഴല്ലേ അമ്മേ സമാധാനമായത്. ആ കുട്ടി എത്ര നന്നായിട്ടാണ് തുടക്കത്തിൽ നമ്മളോട് ഇടപെട്ടത്. പെട്ടെന്ന് അതിന് എന്തു പറ്റി എന്ന് ചിന്തിക്കാം. രാധമ്മ പറയും, മനുഷ്യന്മാരുടെ സ്വഭാവമൊക്കെ ഇങ്ങനെയാ ശാരദേ, എപ്പോഴാ മാറ്റം വരിക എന്ന് പറയാൻ പറ്റില്ല. ആ ജയബാലനെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അരവിന്ദനുള്ള കാലത്തോളം എത്ര സ്നേഹത്തോടെയാണ് നമ്മളോട് നിന്നത്. പക്ഷെ അവന്റെ പിന്നിൽ ഒരു ചതിന്റെ മുഖം ഉണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയോ? നമ്മുടെ കുടുംബം തന്നെ തകർക്കാൻ കാരണക്കാരൻ ആരാ? അവനല്ലേ എന്ന് ചോദിക്കാം. അതുപോലെ മനുഷ്യരൊക്കെ പല മുഖങ്ങളുള്ളവരാ എന്ന് രാധമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ കാവേരി വീട് മുഴുവനും നോക്കി കാണുകയാണ്. റൂമൊക്കെ നോക്കുക. അപ്പൊ അതിലൊരു റൂമില് പട്ടൊക്കെ പൊതിഞ്ഞ് താഴെ ഇട്ട് പൂട്ടിയിരിക്കുന്നത് കാണുക. ഇതെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ കാവേരി അത്ഭുതത്തോടെ അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് താഴിലൊക്കെ പിടിച്ചു നോക്കുക. പെട്ടെന്ന് തന്നെ ആരും വിളിക്കുന്നത് പോലെ ഒരു പ്രതീതി കാവേരിക്ക് തോന്നുക. കാവേരി തിരിഞ്ഞു നോക്കുമ്പം ആരെയും കാണുന്നില്ല. ഇതേ സമയം യമുനയ്ക്കും ഇതേ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു നെഗറ്റീവ് ഈ വീടിനെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്ന് യമുനയ്ക്ക് ഒരു ഉൾവിളി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യമുനയാണെങ്കിൽ ശാരദയുടെ ഒക്കെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ കാവേരി വരുന്നുണ്ട്. അമ്മേ, ഈ വീടിന് എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ ഒരു തോന്നല്, ഇവിടെ എന്തോ പ്രേതബാധ ഉള്ളതുപോലെയാ എനിക്ക് തോന്നുന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കാവേരിയും അത് ശരി വെക്കുന്നത് പോലെ പറയുന്നുണ്ട്, അമ്മേ, നമുക്ക് തൽക്കാലം ഇവിടെ താമസിക്കാം, പക്ഷെ ഒരു വീട് മറ്റൊരു വീട് കൂടി നോക്കണം. ഇവിടെ എന്തോ പ്രശ്നമുണ്ട് ഈ വീടിന്. കാരണം അംബികാമ്മയുടെ ഇടപെടൽ അമ്മയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര സന്തോഷത്തോടു കൂടിയാ അംബികാമ്മ നമ്മളോട് പെരുമാറിയത്. പക്ഷെ ഈ വീടിന്റെ കോമ്പൗണ്ടിൽ കയറിയപ്പോൾ തന്നെ അംബികാമ്മയുടെ സ്വഭാവം മാറി. അമ്മ അത് ശ്രദ്ധിച്ചിരുന്നോ? വല്ലാത്തൊരു വിചിത്രമായിട്ടുള്ള പെരുമാറ്റമാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ എന്ന് പറയാം. ദേ, ഞാൻ രണ്ടിനോടും ഒരു കാര്യം പറഞ്ഞേക്കാം. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ വീടെങ്കിലും നമുക്ക് കിട്ടിയതെന്ന് അറിയാലോ. അതുകൊണ്ട് കൂടുതലൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇനി പ്രേതങ്ങളാണെങ്കിലും കുഴപ്പമില്ല, പിന്നാലെ നടന്ന് ശല്യം ചെയ്യാനൊന്നും അതുങ്ങൾ വരത്തില്ലല്ലോ. അവരവരുടെ പാട് നോക്കി ഇവിടെ കഴിഞ്ഞോളും. നമ്മളും അവരെ ഉപദ്രവിക്കാതിരുന്നാ മതി എന്ന് പറയാ. ഓ, അമ്മ കോമഡി പറയുമായിരുന്നോ എന്ന് അപ്പൊ കാവേരി ചോദിക്കാണ് കേട്ടോ. ഇതേ സമയം ഗംഗ അങ്ങോട്ട് വരികയാണ്. തൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. എനിക്കും വിനീതേട്ടനും പറ്റിയൊരു ജോലി കണ്ടെത്തണം. പിന്നെ നമുക്ക് നിളയെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടല്ലോ, നരന്റെ മുത്തശ്ശനും മുത്തശ്ശിയും, അവർക്കും ആകെ ആശ്ചര്യമാണ്. പെട്ടെന്ന് ആ ഔട്ട് ഹൗസ് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ തന്റെ കൊച്ചുമോൻ ഇത് എന്ത് സംഭവിച്ചു? അവൻ എന്താണ് ആ വീട് കൊടുത്തോളാൻ പറഞ്ഞ് താക്കോൽ കൊണ്ടുവന്ന് തന്നത് എന്നൊക്കെയുള്ള ചിന്ത അവരുടെ മനസ്സിലൂടെ അലട്ടുന്നുണ്ട്. അപ്പൊ അംബികാമ്മ പറയും, എന്തായാലും നരന്റെ ഈ മാറ്റം നല്ലതിനാണെന്നാ എനിക്ക് തോന്നുന്നേ എന്ന് മുത്തശ്ശനോട് പറയാൻ കേട്ടോ. അപ്പൊ അത് കേൾക്കുന്ന മുത്തശ്ശൻ പറയും, അതെന്താ അംബികെ നീ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ആ കുട്ടിയില്ലേ കാവേരിയോ അതാരാ? ആ, അവിടെ താമസിക്കാൻ വന്നിട്ടുള്ളവരിൽ 4 പെൺകുട്ടികളുണ്ട് എന്ന് പറയണ. അതില് ഒരാളാ കാവേരി. നല്ല മിടുക്കി കുട്ടിയാ. ഇന്നലെ ഞാൻ ആ കുട്ടിയെ പരിചയപ്പെട്ടിരുന്നു. ആ കുട്ടിയെ കണ്ടപ്പോ തൊട്ട് എന്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും കേട്ടാ. നമ്മുടെ കുടുംബത്തിന് പറ്റിയ കുട്ടിയാ. നമ്മുടെ നരന് എന്തുകൊണ്ട് ചേരും എന്ന് പറയാണ്. അത് കേൾക്കുന്ന മുത്തശ്ശൻ പറയും, അംബികെ, പണ്ട് നമ്മളിങ്ങനെ കുറേ സ്വപ്നങ്ങൾ കണ്ടതാ. ഇനിയെല്ലാം അവൻ്റെ ഇഷ്ടത്തിന് വിടുക. അവനൊരു ജീവിതം ഉണ്ടായി കാണണമെന്ന് തന്നെയാ എൻ്റെ ആഗ്രഹം. കണ്ടില്ലേ, ഇപ്പം തന്നെ നരൻ എന്തോ ഒരു മാറ്റമുണ്ട്. അവൻ ആ കുട്ടികൾക്ക് വീട് കൊടുത്തോളാൻ പറഞ്ഞു. അതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ടെന്ന് രഘുവേട്ടന് തോന്നുന്നില്ലേ എന്ന് ചോദിക്കാം. എല്ലാം നല്ലതിനാകട്ടെ, അത് മാത്രമേ എനിക്കിപ്പം പറയാനായിട്ട് കഴിയൂ എന്ന് നമ്മുടെ മുത്തശ്ശനും പറയാൻ കേട്ടോ. ഇതേ സമയം നമ്മുടെ ജയപാലൻ കാവേരിയും കുടുംബത്തെയും തേടി തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ട്. അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക മാത്രമല്ല, തന്നെ വെല്ലുവിളിച്ച നരനെ ഒരു പാഠം പഠിപ്പിക്കണം. ഇതൊക്കെയാണ് കേട്ടോ അയാളുടെ മനസ്സിലിരിപ്പ്. അപ്പൊ പെട്ടെന്ന് കോളിംബെല്ലടിക്കുന്ന കേട്ട് ശാരദ ചെന്നാണ് വാതിൽ തുറക്കുന്നത്. അപ്പൊ വാതിൽ തുറന്നു നോക്കുന്ന ശാരദ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്താ ശാരദ, ഒരു പരിചയക്കാരനെ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ചരണ്ട പോലെ നിൽക്കുന്നേ? എന്താ അവിടെ വന്ന് അത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്റെ മോളുടെ കല്യാണം മുടക്കിയിട്ട് തള്ളയും മക്കളും സുഖവാസത്തിന് വന്നതാണോ ഇവിടെ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും വിനീത് അങ്ങോട്ട് വരിക. ഓ, തനിക്ക് എന്താടോ ഇവിടെ കാര്യം എന്ന് ചോദിക്കുക.
ചോദിക്കുക, നിങ്ങൾ എവിടെയുണ്ടോ അവിടെയല്ലേ ഈ ജയബാലനും കാര്യം? എൻ്റെ കുഞ്ഞിന്റെ കണ്ണുനീരിന് കാരണക്കാരനായ ഒറ്റ ഒരുത്തിയും സന്തോഷത്തോടെ ജീവിക്കില്ല. എൻ്റെ കുഞ്ഞ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നീയൊക്കെ പൊട്ടി പൊട്ടി കരയും. നിന്നെയൊക്കെ ഇവിടെ നിന്ന് ഇറക്കി വിടാനേ ഈ ജയബാലൻ അറിയാം. ഞാൻ മര്യാദയ്ക്ക് അവനോട് പറഞ്ഞതാ ഒരു നരൻ. അപ്പൊ അവന് എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. ഈ ജയബാലനെ നേരിട്ട് കാണാനാ അവനും ആഗ്രഹിക്കുന്നത്. അവൻ വരട്ടെ, ജയബാലൻ ആരാണെന്ന് അവന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോഴത്തേക്കും വിനീതിന് നല്ല ദേഷ്യം വരാം. അപ്പൊ കാവേരി അങ്ങോട്ട് വരികയാണ്. താൻ പറയുന്നത് കേട്ടാൽ തോന്നൂലോ ഞങ്ങൾ തൻ്റെ കുടുംബത്തിൽ കയറി എന്തോ പ്രശ്നം ഉണ്ടാക്കിയതെന്ന്. ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും ചതിച്ച് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം താൻ നേടിയെടുത്തതാ ഞങ്ങൾ തിരികെ മേടിച്ചത്. അതിന് താൻ ഇവിടെ വന്ന് ഇത്ര ഷോ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോണം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും എന്ന് പറയാം. ഓ, നീയൊക്കെ എന്നെ പേടിപ്പിക്കാറായോടി എന്ന് ചോദിച്ച് കാവേരി തല്ലാനായിട്ട് തുടങ്ങാണ്. പെട്ടെന്ന് വിനീത് ഇടയ്ക്ക് കയറും. വിനീതിനെയും ജയബാലൻ എടുത്തിട്ടടിക്കുന്നുണ്ട്. നമ്മുടെ വിനീതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന കാണുന്ന കാവേരിക്ക് നല്ല ദേഷ്യം വരിക. അപ്പൊ കാവേരിയാണെങ്കിൽ ജയബാലനെ പിടിച്ചൊരു തള്ളങ്ങ് തള്ളാണ് കേട്ടോ. കാവേരിക്ക് വലതും ഇടതുമായിട്ട് യമുനയും ഗംഗയും അണിനിരക്കുക. നമ്മുടെ അരവിന്ദന്റെ മക്കൾ അത്ര നിസ്സാരക്കാരൊന്നും അല്ലല്ലോ. അവർക്ക് പറ്റുന്നത് പോലെ ജയബാലനിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട്. ജയബാലനും എതിർത്ത് നിൽക്കുന്നുണ്ട്. ഇതേസമയം ഈ ബഹളങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ അംബികാമ്മയും മുത്തശ്ശനും അങ്ങോട്ട് വരിക. എന്താ ഇവിടെ ഒരു ബഹളം? ഇതൊക്കെ ആരാ എന്ന് ചോദിക്കാണ് കേട്ടോ. അത് കേൾക്കുന്ന ശാരദ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുക. അവരുടെ വീട് ഇന്ന് വാടകയ്ക്ക് തന്നിട്ടേ ഉള്ളൂ. അന്ന് തന്നെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അത് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അപ്പം കാവേരി പറയും, ഇയാള് ഞങ്ങളുടെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുക. ഞങ്ങളുടെ അച്ഛനെ ചതിച്ചതും പോരാ, എന്നിട്ട് അത് പോരാഞ്ഞിട്ട് ഞങ്ങളുടെ പിന്നാലെ നടന്ന് ഓരോരോ കാര്യത്തിനും ഞങ്ങളെ ഉപദ്രവിക്കുക. ഈ ദുഷ്ടൻ എന്ന് കാവേരി വിളിച്ചു പറയാണ്. താൻ എന്തൊക്കെ ചെയ്താലും ഈ അരവിന്ദന്റെ മക്കള് തന്റെ മുന്നിൽ തോറ്റു തരത്തില്ലടോ എന്ന് ജയബാലനോട് വെല്ലുവിളിക്കുക. അപ്പൊ അരവിന്ദൻ, ജയബാലൻ എന്നിങ്ങനെയുള്ള പേരുകളൊക്കെ മുത്തശ്ശൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തനിക്ക് പണം തന്ന് തോട്ടം മേടിക്കാനായിട്ട് വന്ന ആളാണോ എന്നൊരു ചിന്തയൊക്കെ മുത്തശ്ശന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. പെട്ടെന്ന് മുത്തശ്ശൻ ജയബാലന്റെ അടുത്തേക്ക് വരാം. എന്നിട്ട് പറയും, ദേ, ഈ വീട്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ഇവരും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഗേറ്റിന് പുറത്ത് വെച്ചായിക്കോണം. അല്ലാതെ ഇതിനകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഈ രഘുനാഥൻ അനുവദിച്ചു തരത്തില്ല എന്ന് പറയാം. അത് കേൾക്കുന്ന ജയബാലൻ പറയും, ദേ കാർന്നോരെ, തനിക്കെന്നെ അറിയാൻ മേലഞ്ഞിട്ടാ. ഈ ജയബാലൻ ആരാണെന്നേ പുഷ്പവാടിയിൽ വന്ന് ഒന്ന് അന്വേഷിച്ചാൽ മതി. അവിടെയുള്ള പുൽനാമ്പ് പോലും പറഞ്ഞു തരും ഞാൻ ആരാണെന്ന്. മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ ഈ കുടുംബത്തെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടോണം. ഇവർക്ക് ഈ നാട്ടില് ഒരിടത്തു പോലും വാടകയ്ക്ക് ഒരു വീട് കിട്ടാൻ പോകുന്നില്ല. അതിന് ഈ ജയബാലൻ സമ്മതിക്കില്ല എന്ന് പറയാണ് കേട്ടോ. പെട്ടെന്ന് മുത്തശ്ശൻ പറയും, എന്നെ പേടിപ്പിക്കാൻ മാത്രം വളർന്ന നീ ഏതാടാ എന്ന് ചോദിക്കാണ്. ഓ, എന്നെ അറിയില്ലായിരിക്കും അല്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മുത്തശ്ശൻ ഇടയ്ക്കൊക്കെ ഒന്ന് പുഷ്പവാടിയിൽ വാ എന്ന് ജയബാലൻ വീണ്ടും വെല്ലുവിളിക്കാം. ഈ ബഹളങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ നരൻ അങ്ങോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. തന്റെ മുത്തശ്ശനോട് എതിർത്ത് സംസാരിക്കുന്ന ജയബാലനെ കാണുന്ന നരൻ ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടാ. അല്ലട ജയബാല, നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പം നീ ഇത്ര വേഗം വരുമെന്ന് ഞാൻ കരുതിയില്ലടാ എന്നും പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി ജയബാലന്റെ നെഞ്ചത്ത് തന്നെയാണ് കേട്ടോ ചവിട്ടുന്നത്. ജയബാലൻ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇത്രയും ശക്തനായ ഒരുത്തനാകും നരനെന്ന് ജയബാലനും കരുതിയില്ല. നിനക്ക് ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടണോടോ? ഇത് ഈ നരന്റെ ഏരിയ. നരൻ ഒരാൾക്ക് വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നരൻ തീരുമാനിക്കാതെ ഇവരിവിടെ നിന്ന് ഇറങ്ങി പോകത്തില്ല. അതല്ല, എന്നെ മറികടന്ന് ഇവരെ തനിക്ക് ഇറക്കി വിടാൻ പറ്റുമെങ്കിൽ ഞാനൊന്ന് കാണട്ടെടോ ജയബാല എന്ന് പറയാണ്. ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ട് ഗായത്രിയുടെ ഭർത്താവും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. നരനോട് കളിക്കരുതെന്ന് ജയബാലൻ താൻ പലപ്പോഴുമായിട്ട് ഉപദേശിച്ച, എന്നിട്ട് വീണ്ടും ഇവൻ നരന്റെ അടുത്തേക്ക് തന്നെ വന്നു പെട്ടല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ അയാള് നിൽക്കുന്നത്. പെട്ടെന്ന് ജയബാലനാണെങ്കിൽ നമ്മുടെ നരനെ പ്രതിരോധിക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പൊ കാവേരി ആണെങ്കിൽ നരന്റെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. നരനെ ആരാധനയോട് കൂടി നോക്കുകയാണ്. ജയബാലനെ വരെ തോൽപ്പിക്കാൻ കരുത്തുള്ള ഒരുത്തനെ നമ്മുടെ കാവേരിയും ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. പക്ഷെ യമുനയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അന്നൊരിക്കൽ നിളയ്ക്ക് വയ്യാതായപ്പോൾ തന്നെ സഹായിച്ച ചേട്ടനല്ലേ ഇത് എന്നുള്ള ചിന്തയൊക്കെ മനസ്സിലേക്ക് കടന്നു വരിക. അത് തന്നെയാണ് ഏകദേശം ബോധ്യപ്പെടുക. എന്തായാലും നമ്മുടെ നരൻ ജയബാലനെ നല്ല തല്ലി ഒതുക്കി പഴന്തുണി പോലെ ആക്കും. അപ്പം ജയബാലന്റെ ഫ്രണ്ടാണല്ലോ ഗായത്രിയുടെ ഭർത്താവ്. അയാൾ ഓടി വന്ന് ജയബാലനെ താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ജയബാലനോട് പറയുന്നുണ്ട്, തന്നോട് ഞാൻ പറഞ്ഞതല്ലടോ എല്ലാവരോടും കളിക്കുന്നത് പോലെ കളിക്കാൻ നരന്റെ അടുത്തേക്ക് വരരുതെന്ന്. അവനെ നരീന്ന് വെറുതെ വിളിക്കുന്നതല്ല, ശരിക്കും കൂർക്കന്റെ സ്വഭാവമാ. അവനൊരാളോട് ദേഷ്യം തോന്നിയാ അവരുടെ നാശം കണ്ടേ അടങ്ങോളൂ. അവനോട് കളിക്കുന്നത് സൂക്ഷിച്ചായിരിക്കണം എന്ന് പറയാം. അത് കേൾക്കുന്ന ജയബാലനും ഏകദേശം ബോധ്യപ്പെടുകയാണ് താൻ ഇത്രയും നാളും കളിച്ച തരത്തിലുള്ളവനൊന്നും അല്ല നരൻ.
തന്നെയും മറികടക്കാൻ മാത്രം ശക്തനായിട്ടുള്ളവനാണ്, സൂക്ഷിച്ചും കണ്ടുവേണം ഇനി ഓരോ കരുനീക്കവും നടത്താൻ എന്ന് ജയബാലൻ ഏകദേശം ബോധ്യപ്പെടുകയാണ് കേട്ടോ. ഇതേസമയം കാവേരിയും കുടുംബവും എല്ലാവരും നരന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ക്ഷമിക്കണം, അയാൾ ഞങ്ങളുടെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എൻ്റെ ഭർത്താവ് ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവനും അയാൾ തട്ടിയെടുത്തു. ഞങ്ങളെ എല്ലാം ഉപദ്രവിച്ചു. എൻ്റെ അരവിന്ദേട്ടന്റെ മരണത്തിന് പോലും അയാളാ കാരണക്കാരൻ. ആ പാവം ഇയാളെ അകമഴിഞ്ഞ് വിശ്വസിച്ചു. അതിനുള്ളത് എൻ്റെ അരവിന്ദേട്ടന് കിട്ടുകയും ചെയ്തു. ഇപ്പോഴും ഞങ്ങളുടെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുക. ഞങ്ങൾ കാരണം നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായല്ലേ എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുന്ന മുത്തശ്ശനാണെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുക. ഏയ് കുഴപ്പമില്ല, നരൻ ഇടപെട്ടില്ലേ, ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറയണം കേട്ടോ. അങ്ങനെ അവരെല്ലാവരോടും കയറിപ്പോവാ. പക്കത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ യമുന പറയുന്നുണ്ട്, ഈ ചേട്ടനെ എനിക്ക് മുൻപ് പരിചയമുണ്ട് എന്ന് പറയാം. നിനക്കോ? എങ്ങനെ? അന്ന് ഞാൻ പറഞ്ഞില്ലേ നിളയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഞാൻ ഒരുപാട് വണ്ടികൾക്ക് കൈ കാണിച്ചിരുന്നെന്ന്. അന്ന് എന്നെ സഹായിച്ചത് ഈ ചേട്ടനാ. ആശുപത്രിയിൽ എത്തിച്ച് ഇതും ഒക്കെ ഈ ചേട്ടനാ. പക്ഷെ ഒരു വാക്കുപോലും സംസാരിച്ചില്ലെന്ന് വീണ്ടും അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് യമുന പറയാണ്. അത് കേൾക്കുന്ന കാവേരിക്ക് നമ്മുടെ നരനോട് വല്ലാത്തൊരു ആരാധന തോന്നുക. തൻ്റെ കുടുംബത്തെ സംരക്ഷിച്ച ഒരു വ്യക്തിയാണല്ലോ നരൻ എന്നുള്ളൊരു ചിന്ത, തൻ്റെ അനിയത്തിക്ക് രക്ഷകനായവനാണ് എന്നൊക്കെയുള്ള ചിന്ത വരികയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ കാവേരിയും കുടുംബവും സമാധാനത്തോടു കൂടി അവിടെ താമസം ആരംഭിക്കുകയാണ്. അപ്പോൾ കാവേരിയും ശാരദയും എല്ലാവരെയും മുത്തച്ഛനും മുത്തശ്ശിക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ജയപാലൻ എങ്ങനെയും അവർക്കെതിരെ കാവേരിയെയും കുടുംബത്തെയും തിരിക്കണം എന്നതിന് വേണ്ടിയിട്ട് പല ഗൂഢനീക്കങ്ങളും നടത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതെല്ലാം ഫ്ലോപ്പായി പോവുകയും ചെയ്യും. ഇതേസമയം നമ്മുടെ നിളയെ ചികിത്സിക്കാൻ വേണ്ടി അവർ ആശുപത്രി പോവുകയും ഡോക്ടറെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം ഓപ്പറേഷൻ നടത്തണം എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ആ ഡോക്ടറും എത്തിച്ചേരുന്നത്. അപ്പോൾ ഓപ്പറേഷനുള്ള ഡേറ്റ് ഒക്കെ അവർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കാവേരിയല്ല നമ്മുടെ നിളയെ ശ്രദ്ധിക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കാവേരിയുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഇതേസമയം പള്ളിയിലച്ചൻ പറഞ്ഞതുപോലെ നമ്മുടെ വിനീതിനൊരു ജോലിയും ശരിയാകുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു സ്കൂളിലെ ഫുൾ യൂണിഫോം തയ്ക്കാനുള്ള ജോലി നമ്മുടെ വിനീതിന് റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം വിനീതിനോടൊപ്പം നമ്മുടെ ഗംഗയും അതിനെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിനീതും ഗംഗയും അവരുടേതായ ഒരു ജീവിതവും അവിടെ പടുതുയർത്തുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാവേരിയും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതും ഒക്കെ കാണാൻ കഴിയും കേട്ടോ. അങ്ങനെ നല്ല നല്ല എപ്പിസോഡുകളാണ് കേട്ടോ വരാൻ ഇരിക്കുന്നത്. ഇനി അധികം താമസിക്കാതെ തന്നെ നമ്മുടെ നരന്റെ ജീവിതത്തിലേക്ക് കാവേരി കടന്നു വരുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ആരും